മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുക്കം നീലേശ്വരം ശിവക്ഷേത്രത്തിൽ കാണിക്ക വെച്ച സ്വർണത്തിൽ കുറവ് വന്ന സംഭവത്തിൽ പരിശോധന. ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ക്ഷേത്രത്തിൽ പരിശോധന നടത്തുന്നത്. പുതിയ കമ്മിറ്റിയുടെയും ഭക്തരുടെയും പരാതിയെ തുടർന്നാണ് ഉദ്യോഗസ്ഥരുടെ പരിശോധന. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ജനം ബിഗ് ഇംപാക്ട് വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ് കന്മനം, നമ്മൾ ജനം TV മുന്നോട്ട് വെച്ച വാർത്തയിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? 48 സ്വർണ്ണാഭരണങ്ങളിൽ വെറും 8 സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ് നിലവിൽ ആ ക്ഷേത്രത്തിൽ അവശേഷിക്കുന്നത്. അപ്പോൾ മറ്റെന്തെങ്കിലും നിർണായക തെളിവുകൾ ലഭിച്ചോ ഈ പരിശോധനയ്ക്കിടയിൽ? പറയൂ. അശ്വതി, നമ്മൾ നൽകിയ വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ മുക്കം നീലേശ്വരം ക്ഷേത്രത്തിൽ പരിശോധന തുടരുന്നത്. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ എത്തിയാണ് പരിശോധന നടത്തുന്നത്. 2023 മുതൽ 2025 വരെയുള്ള കാലയളവിലാണ് ഇവിടെയുള്ള സ്വർണ്ണങ്ങൾ കാണാതായിരിക്കുന്നത്. അതായത് ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണ്ണമാണ് കാണാതായത്. ഈ സ്വർണ്ണത്തിൽ വലിയൊരു അളവ് തന്നെ, ഏകദേശം 3/4 ഭാഗത്തോളം സ്വർണം കാണാനില്ല. ഇതിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ സ്വർണം കാണാനില്ല എന്നുള്ളത് വ്യക്തമായത്. അതിനുശേഷം ഭക്തരും അതോടൊപ്പം തന്നെ നിലവിലുള്ള ഭരണസമിതിയും ഇവിടെ പരിശോധന നടത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഈ മുക്കം നീലേശ്വരം ക്ഷേത്രത്തിൽ പരിശോധന നടത്തുന്നത്. 45 സ്വർണ്ണാഭരണങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ 8 എണ്ണം മാത്രമാണ് ഇപ്പോൾ കാണാനുള്ളത്. അതായത് ഇതിന് തൊട്ട് മുൻപ് നിലവിലുള്ള ഭരണസമിതിക്ക് തൊട്ട് മുൻപുള്ള ഭരണസമിതി അത് കൈമാറി പോകുമ്പോൾ അവർ നൽകിയ കണക്കാണ് ഇത്. മുൻപ് 45 സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു, ആ കണക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് പരിശോധിച്ചപ്പോൾ 8 സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇതിലാണ് വലിയൊരു തട്ടിപ്പും അഴിമതിയും കൊള്ളയും ഒക്കെ നടന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു ക്ഷേത്രമാണ്. നമ്മൾ ജനം TV ആണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. പരിശോധനയിൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കുറച്ച് സ്വർണം മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതായത് കണക്കിൽ ഉള്ള സ്വർണം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനേക്കാൾ വളരെ കുറവ് സ്വർണം മാത്രമാണ് നിലവിലുള്ള പരിശോധനയിലും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും പരിശോധന അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇനി പരിശോധിച്ചതിന് ശേഷം ഇത് എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടുണ്ട്. ദേവസ്വം കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വിശ്വാസികളുടെ സാന്നിധ്യത്തിലാണോ ഈ പരിശോധന പുരോഗമിക്കുന്നത്? തീർച്ചയായും ക്ഷേത്രം അധികൃതരുടെ സാന്നിധ്യത്തിലാണ് ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുൻപാണ്, ഏകദേശം 1.5 മണിക്കൂർ മുൻപാണ് ഇവിടെ പരിശോധന ആരംഭിച്ചത്. മുൻപ് ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ചില വ്യക്തികളെ കൂടി ഈ പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ കൂടി സാന്നിധ്യത്തിലാണ് പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വളരെ വലിയ രീതിയിലുള്ള ഈ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം ഉണ്ടായിരുന്നു. ഈ ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം പരിശോധിക്കുന്നുണ്ട്. അതിൽ തന്നെ കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. പലപ്പോഴും ദേവസ്വം ബോർഡിന് കൃത്യമായി തന്നെ ഓഡിറ്റ് നടത്തുന്ന സംഘം തന്നെ കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. കൃത്യമായ കണക്കുകൾ ഇതിൽ സൂചിപ്പിക്കണം, കണക്കുകൾ രേഖപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ സൂചിപ്പിക്കണം എന്നുള്ള കാര്യം ഓഡിറ്റ് റിപ്പോർട്ട് നടത്തുന്ന സംഘം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പല ക്ഷേത്രങ്ങളിലും അത്തരത്തിലുള്ള കണക്കുകളൊന്നും തന്നെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു ക്ഷേത്രങ്ങളിലും അത്തരത്തിലുള്ള കൃത്യമായ കണക്കുകൾ ഇല്ല. ഉള്ള കണക്കുകൾ തന്നെ പിന്നീട് പരിശോധിക്കുമ്പോൾ ആ കണക്കിനേക്കാൾ വളരെ കുറഞ്ഞ വസ്തുക്കൾ മാത്രമാണ് ആ ക്ഷേത്രത്തിൽ ഉള്ളത്. സ്വർണവും വെള്ളിയും അടക്കമുള്ള ഉരുപ്പടികളെല്ലാം തന്നെ വളരെ കുറവാണ്. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പിൻ്റെയും കൊള്ളയുടെയും കേന്ദ്രമായി മലബാർ ദേവസ്വം ബോർഡിനും കീഴിലുള്ള, അതോടൊപ്പം തന്നെ മറ്റ് ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങൾ മാറിയിരിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള കൂടുതൽ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വരുന്നത്. കോഴിക്കോട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും മലപ്പുറം ജില്ലയിലും അടക്കം ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ കൊള്ളയും തട്ടിപ്പും എല്ലാം തന്നെ നമ്മൾ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലുമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങളിലാണ് വൻ രീതിയിലുള്ള കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തർ കാണിക്കയായി നൽകിയിരിക്കുന്ന സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള ഉരുപ്പടികളുമാണ് ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ ഭരണാധികാരികൾ തന്നെ, ഈ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർമാർ തന്നെ അത്തരത്തിലുള്ള അഴിമതിക്ക് കൂട്ടുനിൽക്കുകയും അവർ ഭാഗമാക്കായിക്കൊണ്ട് തന്നെ അഴിമതി നടത്തുകയും ചെയ്യുന്നത്. അശ്വതി, ശരി. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ മാത്രമല്ല, സംസ്ഥാനത്തെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും സ്വർണ്ണക്കൊള്ള നടക്കുന്നു എന്ന വാർത്തകളാണ് ഓരോ ദിവസവും ജനം TV പുറത്തുവിടുന്നത്.